മാത്യു കുഴൽനാടൻ MLA നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മാത്യു കുഴൽനാടൻ, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ബോണ്ട്, ആ പദ്ധതി സുപ്രീം കോടതി തടഞ്ഞ ദിവസമാണിത്. ഇനിയിപ്പോൾ വിശദാംശങ്ങൾ SBI ഇഷ്യൂ ചെയ്ത ബോണ്ടുകൾ അത് ആർക്കൊക്കെ എന്നൊക്കെയുള്ള വിവരങ്ങൾ കൈമാറേണ്ടതുണ്ട്. ഇവിടെ ശ്രീ ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഈ ബോണ്ട് പല കൈമറിഞ്ഞാണ് പാർട്ടികളിലേക്ക് എത്തുന്നത്. സുതാര്യമായി വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്ന് കരുതുന്നുണ്ടോ ശ്രീ മാത്യു കുഴൽനാടൻ? ഇത് സുതാര്യത ലക്ഷ്യമിട്ടാണ് സുപ്രീം കോടതി ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ സുതാര്യത ഏറ്റവും പ്രധാനപ്പെട്ട, ഈവൻ US ഡെമോക്രസി നോക്കിയാൽ ഓരോ പാർട്ടികളെയും ഓരോ നേതാക്കന്മാരെ അവരുടെ തെരഞ്ഞെടുപ്പിനടക്കം ഫണ്ട് നൽകുന്ന ആരാണ് കൊടുത്തത്, ഏത് കോർപ്പറേറ്റ് ഹൗസാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് എന്നെല്ലാം അവർ ഡിക്ലെയർ ചെയ്ത് അങ്ങനെയാണ് പോകുന്നത്. ദാറ്റ് ബ്രിങ്സ് ലോട്ട് ഓഫ് ട്രാൻസ്പെറൻസി. അപ്പോൾ എന്ന് പറഞ്ഞ പോലുള്ള ഒരു ട്രാൻസ്പെറൻസി നമ്മുടെ ഇന്നിപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, അധികാരത്തിലിരിക്കുന്ന സർക്കാർ ഈ രാജ്യത്തെ വൻകിട മുതലാളിമാരും അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുമായി ചേർന്ന് അവരുടെ താല്പര്യങ്ങൾക്കനുസൃതമായി ഭരണത്തിലിരിക്കുന്ന അധികാരം വിനിയോഗിക്കുകയും അതിന് പ്രത്യുപകാരമായി രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിച്ച് ഭരണം പിടിക്കുന്നതിനോ നിലനിർത്തുന്നതിനോ വേണ്ടി പണം ചെലവഴിക്കുന്ന ഒരു സംസ്കാരമാണ് BJP മുന്നോട്ട്. അപ്പോൾ അത് ഒന്നും രണ്ടും അല്ല, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് സർക്കാരുകൾ അട്ടിമറിക്കുക, MLA MP വിലക്കെടുക്കുക, തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് പോയപ്പോൾ അവർ അതിനുവേണ്ടി പണം സ്വരുക്കൂട്ടാനുള്ള ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർഗമായി ഉപയോഗിച്ചത് ഇലക്ട്രൽ ബോണ്ടുകളുടെ ഒരു പ്രോസസ്സാണ്. അതിൽ സുതാര്യത വേണമെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഇനി സ്വാഭാവികമായിട്ടും ഉണ്ടാവുക യഥാർത്ഥ ഫണ്ടേഴ്സ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പൈസ കൊടുത്തവരെ മനസ്സിലാക്കാൻ കഴിയാത്തവണ്ണം എങ്ങനെ ബൈപ്പാസ് ചെയ്യാം എന്നുള്ള ശ്രമങ്ങൾ ഇനി നടക്കും. അതുകൊണ്ട് നമ്മളൊരു വീണ്ടും മുന്നോട്ട് ദീർഘമായ ഫൈറ്റിന് മാത്രമേ ഈ മേഖലയിൽ സുതാര്യത കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നന്ദി ശ്രീ മാത്യു കുഴൽനാടൻ പ്രതികരിച്ചതിന്. മുതിർന്ന CPIM നേതാവ് ശ്രീ MA ബേബി നമുക്കൊപ്പം ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ MA ബേബി, ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കപ്പെടുന്നതോടെ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകൾ, ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ആ ബോണ്ട് കൈമാറി ആ പണം പാർട്ടികൾ പണമാക്കി മാറ്റുന്ന ആ ഘട്ടത്തിലെ മുഴുവൻ വിവരങ്ങളും പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ ഈ വിധി നമ്മളെ കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? വളരെ വൈകി വന്ന സുപ്രീം കോടതിയുടെ വിവേകം എന്നാണ് ഈ വിധിയെക്കുറിച്ച് പറയാൻ കഴിയുന്നത്. 2017 ബഡ്ജറ്റിലാണ് അന്നത്തെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഈ പദ്ധതി ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ചു. അത് രാജ്യസഭ ചർച്ച ചെയ്യാനും രാജ്യസഭ വിമർശിക്കാനും പറ്റുമെങ്കിൽ ചില ഭേദഗതികൾ കൊണ്ടുവരാനുള്ള സാധ്യത തടയാൻ വേണ്ടിയിട്ടാണ് ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് അരുൺ ജെയ്റ്റ്ലി ഇത് അവതരിപ്പിച്ചത്. പിന്നെ 2018 ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ നോട്ടിഫൈ ചെയ്യുകയും കമ്പനി നിയമത്തിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്തു. അപ്പം ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ നഗ്നമായ അഴിമതി, വൻ കുത്തകകൾ, അവരുടെ ലാഭത്തിന്റെ ഭാഗമായിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപ ഭരണരാഷ്ട്രീയ പാർട്ടിയായ BJPക്കും പിന്നെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ചൂഷകവർഗ താല്പര്യങ്ങൾ തന്നെ സംരക്ഷിക്കുന്ന നമ്മുടെ സുഹൃത്ത് ശ്രീ മാത്യു കുഴൽനാടന്റെ പാർട്ടി കോൺഗ്രസിനുമൊക്കെ പിന്നെ 10:8:2 എന്ന അനുപാതത്തിൽ നൽകുന്നു എന്ന് പറയാം. 10 രൂപയാണ് നൽകുന്നതെങ്കിൽ അതിന് 8 രൂപ BJPക്ക് കൊടുക്കും, 2 രൂപ കോൺഗ്രസിനും മറ്റ് ബൂർഷ്വാ പാർട്ടികൾക്കും കൊടുക്കും. ഈ ഇലക്ട്രൽ ബോണ്ട് അനുസരിച്ച് പണം ഒന്നും വാങ്ങാതിരുന്ന ഒരു പാർട്ടി CPIM-ഉം മറ്റിടതുപക്ഷ പാർട്ടികളുമാണെന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ്. നഗ്നമായ അഴിമതിക്ക് ഒരു നിയമസാധു നൽകുന്ന ഈ നിയമത്തെ ഇപ്പോൾ സുപ്രീം കോടതി വൈകിട്ടാണെങ്കിൽ പോലും റദ്ദാക്കാൻ തയ്യാറായതിനെ സ്വാഗതം ചെയ്തു. സുപ്രീം കോടതി നരേന്ദ്രമോദിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധികളൊന്നും പുറപ്പെടുവിക്കുകയില്ല എന്ന തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് സുപ്രീം കോടതിയുടെ വിശ്വാസ്യത, നഷ്ടപ്പെട്ട വിശ്വാസ്യത ഒരു ചെറിയ തോതിൽ വീണ്ടെടുക്കാൻ ഈ വൈകി വന്ന വിവേകം ഇപ്പോഴത്തെ വിധി സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സുപ്രീം കോടതി ഒരു കാര്യം കൂടി പറയണം എന്നാണ്. അതിനെക്കുറിച്ച് എന്താ സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. തെറ്റായ ഈ റദ്ദാക്കപ്പെട്ട ഇലക്ട്രൽ ബോണ്ട് അനുസരിച്ച് BJPക്കും കോൺഗ്രസിനും എല്ലാം കിട്ടിയ പണം തിരിച്ച് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചെടുക്കണം. ആ പണം ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് ചെലവിന്റെ ഒരു ഭാഗം റീഇംബേഴ്സ് ചെയ്യാൻ, തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഫണ്ടായിട്ട് ഇത് ഉപയോഗപ്പെടുത്തണം. തെരഞ്ഞെടുപ്പ് ചെലവ് ദേശീയ
രാഷ്ട്രീയത്തിൽ അംഗീകാരമുള്ള പാർട്ടികൾക്കും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അംഗീകാരമുള്ള പാർട്ടികൾക്കും ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് ചെലവിന്റെ ഒരു പങ്ക് വഹിക്കണം എന്നുള്ളത് ഒരുപാട് ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അത് സംബന്ധിച്ച് നിയമം കൊണ്ടുവരണമെന്നുള്ള ആവശ്യവും വന്നിട്ടുണ്ട്. പാർലമെന്റ് അംഗങ്ങളുടെ ചില സമിതികൾ തന്നെ ഇത് അന്വേഷിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. ഇതുവരെ പാർട്ടികൾക്ക് BJPക്കും കോൺഗ്രസിനും എല്ലാം കൊടുത്ത ഈ ഇലക്ട്രൽ ബോണ്ട് അനുസരിച്ചിട്ടുള്ള പണം എല്ലാം തിരിച്ചു വാങ്ങി ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിന്റെ ഒരു പങ്ക് കൊടുക്കാനുള്ള കോർപ്പസ് ഫണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഞാൻ വെക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് അങ്ങ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ MA ബേബി. പ്രതികരിച്ചതിന് വൈകി വന്ന വിധിയെന്നാണ് CPIM-ന്റെ പൊതുവിലയിരുത്തൽ.